ये नीचे गिरेगा. अगर Einstein है E is equal to mc square. पेंसिलिन अलेक्जेंडर फ्लेमिंग ने पेंसिलिन कंप्यूटर अलेक्जेंडर फ्लेमिंग की प्रक्रिया दिशയിൽ ബാക്ടീരിയ വളർത്തുന്നു. അപ്പോൾ അന്ന് അത് കണ്ടാമിനേറ്റ് ആയിട്ട് ഫംഗസ് വന്നപ്പോൾ ബാക്ടീരിയ വളർത്തില്ല. അപ്പോൾ ഫംഗസ് ചെയ്താൽ ബാക്ടീരിയ മെയിൻ. അപ്പോൾ ഈ ഫംഗസ് എന്താ പെൻസിലിൻ ഫംഗസ്. അപ്പോഴാണ് പെൻസിലിൻ ആന്റിബയോട്ടിക്. അത് ചിന്തിക്കും മാഡം ജോലി അതുമാതിരി യുറേക്കാന്ന് തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ തിയറംസ് വരുന്നതിനാണ് ബെൻസീൻ്റെ ഒരു ഉറക്കത്തിലാണ്. അതൊക്കെ എത്ര വരുന്നത് അവരെ മനസ്സ് ബാലൻസ്ഡ് ആയിട്ട് അവർ ചിന്തിക്കാതെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് എവിടെ നിന്നോ അവർ ഓക്കെ നോളജ് ആകെ അവരവരെ പറയുന്നു ഞങ്ങൾ പഠിച്ച തരാതിലേക്ക് വന്നതാണ്. അപ്പോൾ ആ അറിവ് എവിടെ ഉണ്ടായിരുന്നു? അറിവ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്. ഒരു കുട്ടി സൈക്കിൾ എവിടെ പഠിക്കുകയാണ്. സൈക്കിൾ എവിടെ നമ്മൾ സൈക്കിൾ കുറച്ചേ പഠിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അതിന് കഴിയുന്നു. അപ്പോൾ നമ്മൾ സച്ചിയാകുമ്പോൾ പ്രാണനയില്ല. അപ്പോൾ അൺകവർ നമ്മുടെ ഉള്ളിൽ നോളജിന്റെ ആ ഭണ്ഡാരം ഉണ്ട്. അതിൽ വിടുന്ന അൺകവർ ചെയ്തില്ല. നമ്മുടെ ഈ കോൺഷ്യസ് തലത്തിൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് തലത്തിൽ ഫുള്ളുണ്ട്. നമ്മളത് അൺകവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന തലങ്ങളിൽ നിന്ന് നമുക്ക് അറിവ്. അതിനാണ് റെവലേഷൻ. അതിനാണ് സൂപ്പർ കോൺഷ്യസ്. सुपर कॉन्शियस तो चक्रवर्ती ने डिस्कवरी ई ने डिस्कवरी हमारे दुनिया का जो कुछ हमको लाइटिंग इलेक्ट्रिसिटी का മനസ്സിലായ ऊपर सुपर कॉन्शियस में അവര് അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ആൾക്കാർ സഡൻലി ഒരു റിലേഷൻ ആയി. ഇത് റൂൾസ് ചെയ്തു എല്ലാ കമ്പ്യൂട്ടർ എല്ലാം. അപ്പോൾ സൂപ്പർ കോൺഷ്യസ് എന്നുള്ളൊരു വലിയൊരു വിശാലമായിട്ടുള്ള നോളജിന്റെ സ്പെക്ട്രം നമ്മൾ അറിയാത്തൊരു സ്പെക്ട്രം. സബ് കോൺഷ്യസ് എന്ന് നമ്മൾ താഴേക്ക് എത്തുന്ന വിശാലമായിട്ടുള്ള स्पेक्ट्रम नीचे. हम जो जागृत अवस्था बोलते हैं इतना छोटा सा ज्ञान പറയുന്നത് അപ്പോൾ സ്വാമി വിവേകാനന്ദ പറയും स्वामी विवेकानंद പറയും ഒരു കടൽ പോലെയാണ്. जो ओशन है ना जो साफ है ओशन 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 ये स्काई है. ये ओशन का ऊपरी हिस्सा है सेडिमेंट. ये नीचे का भाग है. इसको सुपर कॉन्शियस